സത്യസന്ധനായ കച്ചവടക്കാരൻ. ഒരു വിദേശ വ്യാപാരി തന്റെ ചരക്കുകൾ ആഗ്രയിൽ വിൽക്കാനായി കൊണ്ടുവന്നുകൊണ്ടിരുന്നു. വഴിയിൽ ഒരു നദി കടക്കേണ്ടി വന്നതിനാൽ ഒരു തോണി വാടകയ്ക്കെടുത്ത് ചരക്കുകളെല്ലാം അതിൽ കയറ്റി. മറുകരയിലെത്തിയ ഉടനെ അവ അതിൽ നിന്നും ഇറക്കാൻ തയ്യാറായി. എന്താ വേണ്ടത്? ഞാൻ എന്റെ സാധനങ്ങൾ ഇറക്കാൻ പോവുകയാണ്. ആരുടെ സാധനങ്ങൾ? ഇവയെല്ലാം എന്റെയാണ്. ഇത് കേട്ട ആ വ്യാപാരി ഞെട്ടിപ്പോയി. ഉടനെ ബീർബലിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ഞാനിവിടെ ചരക്കുകൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ്. നദി കടന്ന് ഇക്കരയ്ക്ക് വന്ന ഉടനെ തോണിക്കാരൻ അതെല്ലാം അയാളുടേതാണെന്ന് പറഞ്ഞ് കൈവശപ്പെടുത്തി. താങ്കൾ അവയെല്ലാം എനിക്ക് തിരിച്ചു വാങ്ങിച്ചു തരണം. ബീർബൽ കാവൽക്കാരനെ പറഞ്ഞയച്ച് തോണിക്കാരനെ വിളിച്ചു വരുത്തി. എത്രയോ ഭീഷണിപ്പെടുത്തി ചോദിച്ചിട്ടും അയാൾ അവയെല്ലാം തന്റേതാണെന്ന് വാദിച്ചു. അടുത്ത ദിവസം ബീർബൽ വേഷം മാറി മറ്റൊരു കച്ചവടക്കാരനോടൊപ്പം നദിക്കരയിൽ ചെന്നു. അവിടെ ആ തോണിക്കാരനെ വിളിച്ച് അയാളുടെ തോണിയിലുള്ള സാധനങ്ങളുടെ വില ചോദിച്ചു. തോണിയിൽ 10,000 രൂപയുടെ സാധനങ്ങളാണുള്ളത്. കുറച്ച് ലാഭം കിട്ടുകയാണെങ്കിൽ ഞാനിവ തന്നേക്കാം. ഈ സാധനങ്ങളൊക്കെ ചന്തയിൽ വാങ്ങാൻ കിട്ടുന്നവയാണ്. 5,000 രൂപയ്ക്ക് തരികയാണെങ്കിൽ പറയൂ, നാളെ തന്നെ പണം തരാം. കുറച്ചു നേരം തമ്മിൽ സംസാരിച്ച ശേഷം 5,000 രൂപയ്ക്ക് തരാമെന്ന് അയാൾ സമ്മതിച്ചു. സാധനങ്ങൾ കാണാതെ എങ്ങനെയാണ് പണം തരിക? ഞങ്ങൾക്ക് അതെല്ലാം ഒന്ന് കാണണം. തോണിക്കാരൻ സാധനങ്ങളെല്ലാം കാണിച്ചു. ഈ സാധനങ്ങൾക്ക് 5,000 രൂപ തരുന്നത് നഷ്ടമാണ്. 3,000 തരാം, അതിൽ കൂടുതൽ പോവില്ല. ശരി, വേഗം പണം തന്നിട്ട് സാധനങ്ങൾ എടുത്തോളൂ. അടുത്ത ദിവസം പണം തരാമെന്ന് പറഞ്ഞ് അവർ സ്ഥലം വിട്ടു. വീട്ടിലെത്തിയ ബീർബൽ വ്യാപാരിയെ വിളിച്ചു. നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങാമെന്ന് തീരുമാനിച്ചു. ശരിയായ വില പറയൂ. 15,000 രൂപയാണെങ്കിൽ തരാം. അതിൽ കുറഞ്ഞാൽ ഞാൻ എന്റെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ബീർബൽ തോണിക്കാരനോട് വാദിച്ചതുപോലെ സംസാരിച്ച് വില കുറയ്ക്കാൻ നോക്കി. പക്ഷെ വ്യാപാരി അതിന് വിസമ്മതിച്ചു. മറ്റു സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ അധിക വിലയ്ക്ക് അത് വിൽക്കാം. അടുത്ത ദിവസം രാവിലെ തോണിക്കാരനെയും ആ വ്യാപാരിയെയും വിളിച്ചു വരുത്തി. അപ്പോഴും രണ്ടുപേരും സാധനങ്ങൾ തങ്ങളുടേതാണെന്ന് വാദിച്ചു. ബീർബൽ ദേഷ്യത്തോടെ തോണിക്കാരനെ നോക്കി. നീ നുണ പറയുകയാണ്. നിന്റെ സാധനങ്ങളായിരുന്നുവെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സമ്മതിക്കുമായിരുന്നോ? മര്യാദയ്ക്ക് കുറ്റം സമ്മതിച്ചോളൂ. തോണിക്കാരൻ ഭയന്നുപോയി. അയാൾ സത്യം സമ്മതിച്ചു. എങ്കിലും അയാൾ ചെയ്ത കുറ്റത്തിന് 30 ചാട്ടയടികൾ ശിക്ഷയായി കിട്ടി.